From Kerala's spice-scented air to Sweden's winter wonderland back there. ഹായ്, വെൽക്കം ടു നോർഡിക് നമസ്കാരം. അപ്പം എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണോ? അപ്പോൾ ക്രിസ്മസ് ഒക്കെ എന്തായി? വെനസ്ഡേ ക്രിസ്മസ് ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ സ്വീഡനിൽ വിന്റർ ക്രിസ്മസ് ആണ് എന്ന് വിചാരിക്കണു. ബിക്കോസ് സ്നോ ഒക്കെ വന്നു, വൈറ്റ് ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ബീഫ് ഉലർത്ത്, തനി നാടൻ രീതിയിൽ ഒരു ബീഫ് ഉലർത്ത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഇക്കയില് പോയപ്പോ ഒരു ബീഫിന്റെ ഒരു പീസ് വാങ്ങി. ഇതാകെ ഒരു 500 ഗ്രാംസേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ നമുക്കിത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ ചെയ്ത് പാസ്ചറൈസ് ചെയ്തൊക്കെയാണ് ഈ സംഭവം കിട്ടുന്നത് നമുക്ക്. അപ്പോൾ കട്ട് ചെയ്യാം. ഞാൻ ഒരു പീസായിട്ടാണ് വാങ്ങിയത്, കട്ട് ചെയ്തതല്ല. സോ നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച പീസ്. അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ സാധാരണ രീതിയിൽ നെയ്യുള്ള പീസ് നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യുള്ളതാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, നോക്കി വാങ്ങിയതാണ്. അപ്പോ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ ബീഫ് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ. ഞാൻ ഇവിടുത്തെ ബീഫ് കുക്കറിൽ വെക്കാറില്ല. നമ്മുടെ അതായത് തുറന്ന് വെച്ചിട്ട് ഞാൻ സാധാരണ നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് വേവിക്കാറ്. നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. കുക്കറിൽ വെക്കുമ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു റോ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ് ആ സ്മെല്ലും കൂടെ അതിലിരിക്കും. ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് തനി നാടൻ രീതിയിലാണ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാവേ. ഞാൻ ഒരു 1.5 സ്പൂൺ ജസ്റ്റ് ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സവാള ഞാനിവിടെ എടുത്തേക്കുന്നത്. പക്ഷെ 2 സവാള ഞാൻ ഇപ്പം ഇടുന്നില്ല. ജസ്റ്റ് ഒരു കൈ സവാള, അതായത് ഒരു ഹാഫ് വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, നീളത്തിൽ തന്നെ അരിയണം എന്നൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് 3 അല്ലി വലിയ വെളുത്തുള്ളി, അതും ജസ്റ്റ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ 5 പച്ചമുളകാണ്. ഇവിടുത്തെ പച്ചമുളകിന് അധികം എരിവില്ല. അപ്പൊ നിങ്ങൾക്ക് ആ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാവേ. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മസാലാസ് ആണ്. അധികം മസാലയൊന്നും ഇടുന്നില്ല. കുറച്ച് ഗരം മസാല, അത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. നമ്മുടെ സാധാരണ പാക്കറ്റ് മസാല നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാ. അപ്പൊ അത് ഇട്ടു. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി, ഒരു ഹാഫ് സ്പൂണ് ടെർമറിക് പൗഡറും, അപ്പൊ അതും കൂടി ഇട്ടു. അതിനുശേഷം ഞാൻ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് എല്ലാ മസാലാസും ഇട്ടിട്ട് ഇനി എന്താ പറയാ നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് നന്നായി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. നമുക്ക് ഈ ബീഫില് എന്താ പറയാ എല്ലാ മസാലയും നമ്മളിട്ട സാധനങ്ങളും, അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല രീതിക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാവേ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കത്തൊന്നും വേണ്ട കേട്ടോ. നേരെ കുക്കറിൽ ഇട്ട് ആവശ്യത്തിന് വേവുന്നവരെ ഒരു 5 വിസിൽസ് കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു ഹാഫ് ആൻ അവർ ഇത് മിക്സ് ചെയ്ത് നീക്കി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ചീനച്ചട്ടിയിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ആയിട്ടിട്ട് കുറച്ചു നേരം എണ്ണയൊന്നും ഒഴിക്കില്ല. എണ്ണ ഒന്നും ഒഴിക്കാതെ ചുമ്മാ ഇതിട്ടിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോഴത്തേനും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി വേകുന്നവരെ ഓപ്പൺ ആയിട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല നല്ലൊരു അയൺ
ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കി അതിലോട്ട് ഡയറക്റ്റായി ഇടുന്നു. നമ്മളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യമായിട്ട് ഉള്ള വെള്ളം അത് മുങ്ങിക്കെടുക്കാൻ വിധത്തിൽ വെള്ളം ഒഴിച്ചു. അത് വറ്റുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബീഫ് നന്നായി ബോയിൽ ചെയ്ത് കിട്ടും. അങ്ങനെ ചെയ്ത് കിട്ടിയതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. അതാണ് ടേസ്റ്റ് തരിക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് വെച്ചിരുന്ന ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഇല്ലേ, അത് ഇട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഇവിടെ ഫ്രഷ് തേങ്ങാക്കൊത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. തേങ്ങ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈഡ് കോക്കനട്ട് ബീഡ്സ് ആണ്. അതിവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അതിട്ടു. അതും സെയിം ടേസ്റ്റ് തന്നെയാണ് തരുന്നത്. ഇട്ട് അതിനുശേഷം നന്നായി കുറേ നേരം നമ്മൾ സ്റ്റിർ ചെയ്ത് അത് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അവസാനം അതിലോട്ട് ഞാൻ പെപ്പറും ഇടുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളറിൽ നല്ല നാടൻ ബീഫ് ഉലർത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.